ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2025 റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടിൽ നേരിട്ടെത്തി തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ കർശന നടപടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് 5 തരത്തിലുള്ള റേഷൻ കാർഡുകളാണുള്ളത്. അതിദരിദ്രർക്കായിട്ടുള്ള അന്ത്യോദയ, അന്യയോജന, AY റേഷൻ കാർഡുകൾ, ദരിദ്ര വിഭാഗത്തിലായിട്ടുള്ളവർക്കുള്ള PHS പിങ്ക് റേഷൻ കാർഡുകൾ, പൊതുവിഭാഗം സബ്സിഡി കാർഡായ NPS നീല റേഷൻ കാർഡുകൾ, പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡുകൾ, പൊതുവിഭാഗം സ്ഥാപനം റൗണ്ട് റേഷൻ കാർഡുകൾ എന്നിവയാണവ. ഇതിൽ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡിനും കേന്ദ്ര സർക്കാർ ഫ്രീ ആയിട്ടാണ് ഭക്ഷ്യവിഹിതം നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ FCI ഗോഡൌണുകളിൽ നിന്നും സംസ്ഥാന സർക്കാർ അരി വാങ്ങി നീലക്കാർഡിന് സബ്സിഡി നൽകിയും വെള്ളക്കാർഡിന് വില കുറച്ചും വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായ അളവിലും വിലയിലുമാണ് സർക്കാർ റേഷൻ വിഹിതങ്ങൾ നൽകി വരുന്നത്. മാത്രവുമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല സൗജന്യ ക്ഷേമ പദ്ധതികൾക്കും പഞ്ചായത്ത് ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ പലപ്പോഴും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളുള്ളവരായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് മുൻഗണനാ കാർഡുകളായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ സർക്കാർ നൽകുന്നത്. സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായി കഴിഞ്ഞാൽ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറണം എന്നതാണ് നിയമം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംസ്ഥാന സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുകൾ സർക്കാർ നിലവിൽ അനുവദിക്കുന്നില്ല. നിലവിൽ ദരിദ്രരായ പലരും നീല, വെള്ള കാർഡുകളിൽ ഉണ്ട്. ഇവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാത്ത കാരണം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തും നൽകാവുന്ന മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിന് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മുൻഗണനാ റേഷൻ കാർഡുകൾ സംസ്ഥാനത്തിന് നൽകാൻ കഴിയില്ല. അതിനാൽ മുൻഗണനാ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചു നൽകുന്നതിലൂടെയും ഉദ്യോഗസ്ഥർ അനർഹരെന്ന് കണ്ടെത്തി പിടിച്ചെടുക്കുന്നത് വഴിയും ഒഴിവ് വരുന്നതിലേക്ക് നീലവെള്ള കാർഡുകളിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷിച്ച അർഹരായവർക്ക് അവരുടെ കാർഡ് മുൻഗണനാ കാർഡായി തരം മാറ്റുന്ന രീതിയാണ് സംസ്ഥാനത്ത് വർഷങ്ങളായി നിലവിലുള്ളത്. എത്ര പാവപ്പെട്ട കുടുംബമായാലും പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് വെള്ള റേഷൻ കാർഡാണ് ആദ്യമായിട്ട് ലഭിക്കുക. ഇങ്ങനെ വെള്ള കാർഡ് ലഭിച്ചവരിൽ മുൻഗണനാ കാർഡിന് യോഗ്യതയുള്ളവർ പിന്നീട് സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവർ ഉപേക്ഷിക്കുകയും അത് പരിശോധിച്ച് യോഗ്യത അനുസരിച്ച് മുൻഗണനാ കാർഡായി മാറ്റി നൽകുകയുമാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ 2025 ഫെബ്രുവരി 12 1,00,000 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇനിയും അനർഹരെ കണ്ടെത്തുന്നതിന് പരിശോധനയും അങ്ങനെ കണ്ടെത്തുന്നവരിൽ നിന്ന് മുൻഗണനാ കാർഡ് പിടിച്ചെടുക്കുകയും കനത്ത പിഴ ചുമത്തുകയും ചെയ്യും. പിന്നീട് ആ കാർഡുകൾ അർഹരായ നീല, വെള്ള കാർഡുകൾക്ക് നൽകും. അനർഹരെ കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ യെല്ലു എന്നൊരു പദ്ധതി സിവിൽ സപ്ലൈസ് നടപ്പിലാക്കിയിട്ടുണ്ട്. നേരിട്ടും ടെലിഫോൺ സെൽ പരാതിയിലൂടെയും അനർഹരായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നവരെ പറ്റി സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കാം. ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈസ് ഓഫീസറോ അല്ലെങ്കിൽ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലോ ഫീൽഡ് തല പരിശോധന, അതായത് വീട്ടിലെത്തിയിട്ടുള്ള പരിശോധന നടത്തിയാണ് അനർഹമായ കാർഡുകൾ കണ്ടെത്തുന്നത്. മുൻഗണനാ കാർഡിന് അനർഹനാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോള വില പിഴയായി ഈടാക്കുകയും അവരുടെ മുൻഗണനാ കാർഡ് തിരിച്ചെടുത്ത് പകരം പൊതുവിഭാഗം കാർഡായ വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. മുൻവർഷം മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നും 7,34,00,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. 63,958 എന്ന അനർഹരായ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നുമാണ് ഇത്രയും തുക ഈടാക്കിയത്. തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 3,186 കാർഡും, ആലപ്പുഴ ജില്ലയിൽ 10,696 കാർഡും, പത്തനംതിട്ട ജില്ലയിൽ 5,358 കാർഡുകളും, ഇടുക്കിയിൽ 508 കാർഡുകളും, എറണാകുളത്ത് 3,110 കാർഡുകളും, തൃശൂരിൽ 5,166 കാർഡുകളും, മലപ്പുറത്ത് 11,196 കാർഡുകളും, കണ്ണൂരിൽ നിന്ന് 1,601 കാർഡുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കിയിരുന്നു. പ്രധാനമായും 2 നില വീടുകൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, സ്വന്തമായി കാറുള്ള വീടുകൾ, അതുപോലെ പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ച വീടുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നുവരുന്നത്. അതിനാൽ ആർക്കൊക്കെയാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാൻ അർഹതയില്ലാത്തത് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 1000 സ്ക്വയർ ഫീറ്റിൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീട്, ടാക്സി അല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കാറുള്ളവർ, മാസം 25,000-ൽ കൂടുതൽ വരുമാനമുള്ളവർ,
കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാർ, അതുമല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ വാങ്ങിക്കുന്നവർ, അതുപോലെ കാർഡിലുള്ളവർക്ക് എല്ലാവർക്കുമായി 1 ഏക്കറിൽ കൂടുതൽ ഭൂമി, അതുപോലെ ആദായ നികുതി അടക്കുന്നവർക്കും ഇങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണനാ കാർഡിന് അർഹതയില്ല. ഇങ്ങനെയുള്ളവർ തങ്ങളുടെ മുൻഗണനാ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറുകയും പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പിഴ ഒഴിവാക്കേണ്ടതുമാണ്. അതുപോലെ നീലവെള്ള കാർഡിലെ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവർ പൊതുവിതരണ വകുപ്പ് മുൻഗണനാ വാർഡിലേക്ക് മാറുന്നതിന് അപേക്ഷ അപേക്ഷിക്കുക. 2025 മുൻഗണനാ കാർഡിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അടുത്തുള്ള റേഷൻ കടയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുക. അതുകൂടാതെ നമ്മുടെ ചാനലിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.